ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പൈനാപ്പിളായിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ഫുള്ള് ക്ലീൻ ആക്കി എടുത്തേക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഓരോ പീസാക്കി നമുക്ക് അരിഞ്ഞെടുക്കട്ടോ. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കട്ടോ. ഞാൻ അപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് കുട്ടിയാക്കും വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിക്കുണ്ടോ. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് വേണ്ടത് ചില്ലി പൗഡറാണ് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇടട്ടോ. ഉപ്പ് ഇതിലേക്ക് വേണ്ടത്ര നിങ്ങൾ എത്ര എടുക്കുന്ന പൈനാപ്പിൾ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ഇടുക കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് വേണ്ടത്ര മുളക് ഇട്ടെടുത്തുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈയ്യേറ്റ് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഞാൻ അപ്പോൾ കൈയ്യേറ്റാകുമ്പോൾ പൈനാപ്പിളിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ഓരോരുത്തരായി കൈയ്യേക്ക് ഇങ്ങനെ ഇട്ടുകാണ്ട് ഫുള്ളൊന്ന് പാത്രം കാലിയേക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ അടിപൊളി റെസിപ്പി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡെക്കറേഷൻ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ ലേസം പൈനാപ്പിൾ വെച്ചിക്കാണ്ട് ലേസം വെളിച്ചെണ്ണി പറഞ്ഞുകാണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.